ഐപ്ലസിന്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ, ഈ രണ്ട് തസ്തികകളിലേക്കുള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഐപ്ലസിന്റെ എക്സ്പെർട്ട് ഫാക്കൽറ്റി ആയിട്ടുള്ള സൂരജ് സാർ തന്നെയാണ് ഈ വെബിനാർ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കാനുള്ള സമയമാണ്. ഇതിന്റെ ഒരു എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ നവംബർ കാലഘട്ടങ്ങളിലായിട്ട് വരും എന്നും നമ്മുടെ PSC എക്സാം കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതോടൊപ്പം തന്നെ നമ്മുടെ KW ഫിറ്റർ, ട്രേഡ്സ്മാൻ ഫിറ്റർ, ഷീറ്റ് മെറ്റൽ തുടങ്ങിയ പരീക്ഷകൾക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ ഈ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് പഠിക്കാം, എങ്ങനെ നമുക്ക് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വെബിനാർ ലീഡ് ചെയ്യാനായിട്ട് പ്രിയപ്പെട്ട സൂര്യ സാറിനെ ഏറ്റവും ആദരവോടുകൂടി ക്ഷണിക്കുന്നു. താങ്ക് യു നിതിൻ സാർ. ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട് സാർ, കേൾക്കാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അതുപോലെ തന്നെ നമ്മളുടെ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പ്രീ വെബിനാറിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് റീസെന്റ് നമ്മുടെ കേരള PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിലുള്ള രണ്ട് എക്സാമുകളെ കുറിച്ചാണ്. അതായത് ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡും അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കർ എന്ന് പറയുന്ന ട്രേഡുമാണ്. സോ വളരെയധികം നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നേറ്റ് പോകാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ട്രേഡുകളാണ് ഇത് രണ്ടും. ഈ ഷീറ്റ് മെറ്റൽ വർക്കർ ആയിക്കോട്ടെ, ഫിറ്റർ ആയിക്കോട്ടെ. ഇപ്പൊ റീസെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിറ്റർ എക്സാം നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിരവധി അവസരങ്ങളാണ് ഈ പറയുന്ന ഫിറ്റർ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് KW ഫിറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ ഫിറ്റർ ആയിക്കോട്ടെ, ഇത്തരത്തിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഇത്തരത്തില് ഫിറ്റർ ഗ്രേഡ് 2 ഇപ്പൊ നിലവിൽ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നിരവധി എക്സാമുകൾ ഈ പറയുന്ന ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിറ്ററിന്റെ ആ ഒരു സിലബസ് നമ്മൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാംസ് കുറേയധികം വരുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ വർക്കർ നമ്മുടെ ഒരു ഓപ്ഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ വർക്കർ നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് എക്സാം വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു പർട്ടിക്കുലർ എക്സാമിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വെബിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ കണ്ടന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ അതിന്റെ സിലബസിലേക്ക് വരികയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ടാവും. മെയിൻ ആയിട്ട് സിലബസിന്റെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ടാകും. സോ അതിനുശേഷം നമ്മുടെ ഒരു പ്രിപ്പറേറ്ററി സ്ട്രാറ്റജി എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ ആ ഒരു പർട്ടിക്കുലർ എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ അതിനുശേഷം നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ബുക്സുകളാണ്, റെഫറൻസ് ബുക്സ് തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ഫൈൻ. സോ ഇപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്കറിയാം കുറേ അധികം ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡുകളുടെ എക്സാം ഒരുമിച്ച് വന്നിട്ടുണ്ട്. എല്ലാം ഒരു ആന്റിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫിറ്റർ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കറിലേക്ക് പോകുമ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോരുത്തരും ഒന്നിൽ കൂടുതൽ ട്രേഡുകൾ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് ഫിറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, ടർണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡൈ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ മെക്കാനിക്കൽ സ്ട്രീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോളിടെക്നിക് മെക്കാനിക്കൽ കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥി, അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അല്ലെങ്കിൽ IT വിത്ത് 3 year എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതാത് പർട്ടിക്കുലർ ട്രേഡ് മാത്രമേ പറ്റുള്ളൂ. എങ്കിൽ തന്നെയും അപ്പം കൂടുതലും നമുക്ക് വേക്കൻസീസ് അല്ലെങ്കിൽ കൂടുതലും നമുക്ക് അവസരങ്ങൾ ഈ ഒരു മേഖലയിൽ നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ ഫിറ്റർ ആയിക്കോട്ടെ, ഷീറ്റ് മെറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു ട്രേഡുകളായിക്കോട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫിറ്ററും ഷീറ്റ് മെറ്റൽ വർക്കറും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് മുന്നോട്ട് പഠിച്ചു പോകാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നതിനകത്ത് നിരവധി ട്രേഡുകളിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 37,400 മുതൽ 79,000 രൂപയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മളുടെ ഈ ഒരു പോസ്റ്റ് വരുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണ്. അതൊരു ടീച്ചിങ് പോസ്റ്റ് തന്നെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് ടീച്ചിങ് പോസ്റ്റ് പലർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഏരിയ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചിങ് പോസ്റ്റിലേക്ക് എത്തേണ്ടവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് ഇത്തരത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ലെക്ചർ പോസ്റ്റുകൾ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അതൊന്നും നമുക്ക് ഒരുപക്ഷെ നമുക്ക്
എഴുതി അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ല പോസ്റ്റ് തന്നെയാണ്. അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിലൊക്കെ നമുക്ക് എന്താണ് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലത് തന്നെയാണ്. കാര്യം മുന്നോട്ട് പോകുന്നെങ്കിൽ സീനിയർ ഇൻസ്ട്രക്ടർ, അതിനുശേഷം ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ, അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് ITയിലെ പ്രിൻസിപ്പൽ ആയിട്ടൊക്കെ തന്നെ നമുക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത്തരത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രി ലെവൽ പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വരുന്നുണ്ടാവുക. അപ്പോൾ സ്കെയിൽ ഓഫ് പേ ഓൾറെഡി നമ്മൾ പറഞ്ഞു 37,400 79,000 ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് നിലവിൽ ഇപ്പോൾ അത് നമ്മുടെ നമ്മുടെ പ്രൊഫൈലിലെല്ലാം നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/1/24 ആണെന്നുള്ളത് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അതിനിപ്പുറം തന്നെ എല്ലാവരും അതായത് നമ്മുടെ ട്രേഡുകൾ നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ജോബ് പ്രൊഫൈലിലേക്ക് ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടീച്ചിങ് പോസ്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ കുട്ടികളെ നമ്മൾ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക, കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ചുമതല എന്ന് പറയുന്നത്. സോ അവിടെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ട്രെയിനീസ് എന്നാണ് നമ്മൾ പറയുക. കുട്ടികൾ സ്റ്റുഡൻസ് എന്നല്ല നമ്മൾ നമ്മുടെ ITയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ നമ്മൾ പറയാം ട്രെയിനീസ് ആയിരിക്കും. അപ്പോൾ ട്രെയിനീസിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ജോബിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ടീച്ചിങ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടീച്ചിങ് പോസ്റ്റ് ആണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂസ് ഉണ്ടാവും. ഇന്റർവ്യൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2017 ലാസ്റ്റ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത്. സോ അതിനുശേഷം എക്സാം നടന്നു. റാങ്ക് ലിസ്റ്റ് വന്നത് 2020 15/12/2020 വന്നത്. അന്ന് മെയിൻ ലിസ്റ്റിനകത്ത് വന്നത് 85 കാൻഡിഡേറ്റുകളാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 69.67 ആണ്. അന്ന് വളരെ ചെറിയ ഒരു മാർക്ക് തന്നെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ലെവലിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാര്യം അന്ന് 20 മാർക്കിന് GK ഉണ്ടായിരുന്നു. അപ്പോൾ 80 + 20 100 അങ്ങനെയുള്ളൊരു റേഷ്യോയിലായിരുന്നു. 80 മാർക്ക് ടെക്നിക്കലും 20 മാർക്ക് GK ആയിരുന്നു കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം 100 മാർക്കും ടെക്നിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ തവണ നമ്പർ ഓഫ് അഡ്വൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 48 അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാം. ഒന്ന് മനസ്സിലാക്കി വെച്ച് നമ്മൾ 48 അഡ്വൈസോളം പോയിട്ടുള്ള ഒരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഈ ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡിന്റെ സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് അതിനകത്ത് അത് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത്. സോ ഒന്നാമത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾ ആണ്. ഇപ്പൊ മൊഡ്യൂൾ 1 ഇപ്പൊ മെയിൻ ആയിട്ട് 10 മൊഡ്യൂളുകളായിട്ടാണ് ഇവിടെ നമ്മൾ ആ ഒരു എൻ്റയർ സിലബസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ റീസെന്റ് നടന്ന മറ്റൊരു എക്സാമിന്റെ സിലബസ് തന്നെയാണ്, PSC ഫോളോ ചെയ്തിട്ടുള്ള സിലബസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ എങ്ങനെ പോയാലും നമ്മളുടെ എക്സാമിന് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസിനകത്ത് മാർക്കിംഗ് മീഡിയ, അതുപോലെ തന്നെ മെഷർമെന്റുമായി ബന്ധപ്പെട്ട് ലീനിയർ മെഷർമെന്റ്. ഓക്കെ, സോ അതിനകത്ത് സ്ക്രൈബേഴ്സ്, ഡിവൈഡേഴ്സ്, കാലിപ്പേഴ്സ്, ഓക്കെ, ടൈപ്പ് ഓഫ് മാർക്കിംഗ് പഞ്ചസ്, സർഫസ് ഗേജ്, ബി ബ്ലോക്ക്, അങ്ങനെയുള്ള ടൂൾസുകളും അതുപോലെ തന്നെ മാർക്കിംഗ് മീഡിയസും ആണ് മെയിൻ ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിനകത്ത് വരുന്നുണ്ടാവുക. ഓക്കെ, സോ വളരെ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ് ഇത്തരത്തിൽ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നും 10 മാർക്കാണ് ഒരു പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ 10 മൊഡ്യൂളുകളാണുള്ളത്. ഓരോ മൊഡ്യൂളുകളിൽ 10 മാർക്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ആണ്. അപ്പൊ ഹാൻഡ് ടൂൾസും മെഷറിംഗ് ടൂൾസിലേക്കും വരുമ്പോൾ ഇത്തരത്തിലുള്ള ഹാമേഴ്സ്, അതുപോലെ തന്നെ വൈസസ്, വർക്ക് ഹോൾഡ് ചെയ്യാനുള്ള വൈസസ്, ക്ലാമ്പ് ചെയ്യാനുള്ള സീ ക്ലാംപ്സുകൾ, സ്പാനേഴ്സ്, പ്ലയേഴ്സ്, അത്തരത്തിലുള്ള ടൂളുകൾ, ഹാൻഡ് ടൂൾസുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. മെഷറിംഗ് ടൂൾസ്, സ്റ്റീൽ റൂൾസ് ആൻഡ് ട്രൈ സ്ക്വയേഴ്സ്, അതുപോലെ തന്നെ കാലിപ്പേഴ്സ്, ടൈപ്സ് ഓഫ് കാലിപ്പേഴ്സിനകത്ത് ജെന്നി കാലിപ്പേഴ്സ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എഡ്ജുകൾ, ദെൻ മെഷർമെന്റ് ഓഫ് ആംഗിൾസ് മെഷർ ചെയ്യാനുള്ള മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കുന്നുണ്ടാവുക, സ്റ്റാൻഡേർഡ്സ്, ഈ പറഞ്ഞ മെഷറിംഗ് സ്റ്റാൻഡേർഡ്സുകൾ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള 2 മൊഡ്യൂളും വളരെ എളുപ്പമുള്ള മൊഡ്യൂൾ തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കുന്നുണ്ടാവുക. സോ ആ ഒരു 2 ടോപ്പിക്കുകൾ നമുക്ക് മറ്റ് എക്സാമിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻ ആണ്. കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻ. അപ്പൊ കട്ടിംഗ് ടൂളുകൾ നമ്മൾ സാധാരണ വർക്ക്ഷോപ്പുകളിലൊക്കെ സാധാരണ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫയൽസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ടൈപ്സ് ഓഫ് ഫയൽസ്, ഗ്രേഡ് എന്താണ്, അതുപോലെ തന്നെ കട്ട് എന്താണ്, ഓക്കെ, സ്പെഷ്യൽ ഫയൽസ് ഉണ്ട്. അപ്പൊ നീഡിൽ ഫയല് അല്ലെങ്കിൽ വാർഡിംഗ് ഫയൽസ്, അങ്ങനെയുള്ള സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് ഫയൽസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്.
ദെൻ അതുമായി ബന്ധപ്പെട്ട് പിന്നിങ് ഓഫ് ഫയൽസ്, അതെങ്ങനെ കെയർ, എങ്ങനെ മെയിൻ്റെനൻസ് നമ്മൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഫയലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഹാക്സോ, മറ്റൊരു കട്ടിംഗ് ടൂളാണ് ഹാക്സോ. ഇപ്പൊ ഹാക്സോ ബ്ലേഡുകൾ അല്ലെങ്കിൽ ഹാക്സോ ഫ്രെയിംസുകൾ, ടൈപ്സ്, ദെൻ ചിസൽസ്, കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ചിസൽസ്, സ്ക്രാപ്പേഴ്സ്. ദെൻ അതിനുശേഷം വരുന്ന കട്ടിംഗ് ടൂളിലേക്ക് ഡ്രില്ലിംഗ് അല്ലെ, ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് ഡ്രില്ല്. ദെൻ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യണം, ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ടാപ്പിംഗ് ചെയ്യണം. സോ ഹാൻഡ് ടാപ്സ്, ത്രെഡിങ് ഡൈസ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെഡുകൾ കട്ട് ചെയ്യാനുള്ള ത്രെഡിങ് ഡൈസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഡ്രില്ലിങ്ങിന്റെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള കട്ടിംഗ് സ്പീഡ്, ഫീഡ്, അതുപോലെ തന്നെ RPM, ഡ്രില്ല് ഹോൾഡിംഗ് ഡിവൈസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിനുശേഷം ഫീലർ ഗേജസ്, ഗ്രൈൻഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ഒരു കട്ടിംഗ് ഓപ്പറേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഗ്രൈൻഡിങ് ടൂൾസുകൾ, അതിന്റെ സ്റ്റാൻഡേർഡ് ഗ്രൈൻഡിങ് വീല്, അതിന്റെ മാർക്കിംഗ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഗ്രൈൻഡിങ്ങിനൊക്കെ നമ്മൾ നമ്മുടെ അബ്രസീവ്സിന്റെ യൂസ് ചെയ്യുന്ന ബോണ്ടുകൾ ഏതൊക്കെയാണ്, ഗ്രൈൻഡിങ് മെഷീൻസുമായി ബന്ധപ്പെട്ട തരത്തില് ഹൊറിസോണ്ടൽ ഗ്രൈൻഡിങ് മെഷീൻ, വെർട്ടിക്കൽ, അതുപോലെ തന്നെ സെൻട്രൽലെസ് ഗ്രൈൻഡിങ് മെഷീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. അതിനും 10 മാർക്ക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ 4ാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ അതിനോട് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം, വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റുകൾ, ഇപ്പം മൈക്രോമീറ്റേഴ്സ്, അതുപോലെ വെർനിയർ കാലിപ്പേഴ്സ്, ഓക്കെ, കമ്പാരേറ്റേഴ്സ്, ഗേജസ്, അതിനകത്ത് തന്നെ സ്ലിപ്പ് ഗേജസ്, ആംഗിൾ ഗേജസ്, സൈൻ ബാർ, ആംഗുലർ മെഷർമെന്റുമായി ബന്ധപ്പെട്ട സൈൻ ബാർ, അത്തരത്തിലുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ്. അതോടൊപ്പം തന്നെ ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് അല്ലെ, ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ്. അപ്പൊ മാസ് പ്രൊഡക്ഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത്തരത്തിലുള്ള ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ്. ദെൻ അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ലിമിറ്റ് ഫിറ്റ് ടോളറൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മെട്രോളജിയുമായി ബന്ധപ്പെട്ട് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്, ഇന്റർചേഞ്ചബിലിറ്റി എന്താണ്, ഓക്കെ, ഇപ്പം ഷാഫ്റ്റ് ബേസിസ്, അതുപോലെ തന്നെ ഹോൾ ബേസിസ് സിസ്റ്റം എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള മെട്രോളജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലിമിറ്റ് ഫിറ്റ് ടോളറൻസുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കട്ടിംഗ് ടൂൾസുകൾ, മെഷർമെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സുകൾ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള മാർക്കിംഗ് മീഡിയ, മെഷറിംഗ് ടൂൾസുകൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റ് എക്സാമുകൾക്കും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. 5ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഫാസ്റ്റനേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം നട്ട്, ബോൾട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫാസ്റ്റനേഴ്സ്, ഇപ്പൊ ടെമ്പററി ഫാസ്റ്റനേഴ്സ്, പെർമനന്റ് ഫാസ്റ്റനേഴ്സ്, സെമി പെർമനന്റ് ഫാസ്റ്റനേഴ്സ്, അങ്ങനെയുള്ള കാറ്റഗറി ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള ഫാസ്റ്റനേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ക്രൂസ്, മറ്റു കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ത്രെഡ്, ഓക്കെ, ടൈപ്സ് ഓഫ് ത്രെഡ്, അതിന്റെ ആംഗിൾ എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള സ്ക്രൂ ത്രെഡുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ടെർമിനോളജി എന്താണ്, സ്ക്രൂ ത്രെഡുമായി ബന്ധപ്പെട്ടുള്ള ടെർമിനോളജി എന്താണ് പിച്ച്, എന്താണ് ലീഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് ത്രെഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ദെൻ കീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ വാഷേഴ്സ് അല്ലെ, വാഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ വാഷർ, ടൈപ്സ് ഓഫ് വാഷർ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള അല്ലെ, അത്തരത്തിലുള്ള ബോൾട്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റഡ് എന്താണ്, സെറ്റ് സ്ക്രൂസ് എന്തിനു യൂസ് ചെയ്യുന്നു എന്താണെന്നുള്ളത് അറിയണം. കോട്ടേഴ്സ്, പിന്ന്, കപ്ലിങ്, സർക്ലിപ്സ്, അതുപോലെ തന്നെ മറ്റ് സോൾഡറിങ്, ബ്രേസിംഗ്, റിവറ്റിംഗ് മെത്തേഡ്സുകൾ, അതുമായി ബന്ധപ്പെട്ട് അല്ലെ. നമുക്ക് സോൾഡറിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സെമി പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോയിനിങ് മെത്തേഡാണ് സോൾഡറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സോൾഡറിംഗ്, ബ്രേസിംഗ്, റിവറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിവറ്റുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് റിവറ്റിംഗ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റിവറ്റ് ഹെഡുകൾ ഏതൊക്കെയാണ്, അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ പറഞ്ഞ റിവറ്റ് എന്താണെന്ന് പഠിക്കണം, റിവറ്റിംഗ് ക്ലിയർ ആയിട്ട് പഠിക്കണം, അതുപോലെ തന്നെ സോൾഡറിംഗ്, ബ്രേസിംഗ്, ദെൻ സ്ക്രൂ ത്രെഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കീസ്, വാഷർ, ടൈപ്സ് ഓഫ് സ്ക്രൂ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബോൾട്ടുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സെറ്റ് സ്ക്രൂസ്, കോട്ടർ, പിന്നെ കപ്ലിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം 2ാമത്തെ ഏരിയയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബെൽറ്റും അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടാണ്. ബെൽറ്റ്, അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഗിയർ, ക്ലച്ച്, ബെയറിങ്സ്, അത്രയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ് നമ്മൾ മനസ്സിലാക്കണം. ദെൻ അതുമായി ബന്ധപ്പെട്ടാണ് സ്ലിപ്പ്, ക്രീപ്പ്, ക്രൗണിങ് ഓഫ് പുള്ളി, അതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ടേമുകൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ഗിയർ എന്ന് ജസ്റ്റ് ടൈപ്പ് ഓഫ് ഗിയർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക് നമുക്കറിയാം നിമി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഗിയർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ബെൽറ്റുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പറയുന്നത് കൂടാണ്ട് തന്നെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യങ്ങൾ അത്യാവശ്യം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ടെന്റേറ്റീവ് ആയിട്ടുള്ള സിലബസ് ആസ് പെർ ദ PSC നമ്മൾ പറയുന്ന സമയത്ത് അവരിങ്ങനെ മാത്രമേ പറയുണ്ടാവുള്ളൂ. അപ്പൊ ബെൽറ്റ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് എന്താണ് ബാക്കി ടോപ്പിക്കുകളും, ഓക്കെ,
അപ്പം ഗിയർ, ഇപ്പൊ ടൈപ്സ് ഓഫ് ഗിയർ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പം ഗിയർ ടെർമിനോളജി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഗിയറിന്റെ ഉള്ള വെലോസിറ്റി റേഷ്യോ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഗിയറിന്റെ നമ്മൾ കെയർ ആൻഡ് മെയിൻ്റനൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ടൈപ്സ് ഓഫ് ഗിയർ എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ലച്ചസ് അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ബെയറിങ്സ്, ഇത്തരത്തിലുള്ള റോളർ ബെയറിങ്സ്, ഓക്കെ, അങ്ങനെയുള്ള ബെയറിങ്സ്, അതിന്റെ ടൈപ്പ്, ബെയറിംഗ് മെറ്റീരിയൽസ് അല്ലെ. അപ്പൊ ബെയറിംഗ് മെറ്റീരിയൽസ് നമുക്ക് ആ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് 5ാമത്തെ മൊഡ്യൂൾ ഫാസ്റ്റ്നേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ 6ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. സോ വളരെ കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് മെറ്റൽസ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹീറ്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ മെറ്റൽസ് മെയിൻ ആയിട്ട് ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ് അല്ലെ. ഇപ്പൊ അയൺ കണ്ടന്റ് ഉള്ളത് ഫെറസ് മെറ്റൽസ്, അയൺ കണ്ടന്റ് ഇല്ലാത്തത് നോൺ ഫെറസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഫെറസ് മെറ്റൽസ് ഏതൊക്കെയാണ്? ഫെറസിനകത്ത് തന്നെ നമുക്കറിയാം അയൺ കാർബൺ റേഷ്യോ അനുസരിച്ച് നമ്മൾ സ്റ്റീൽ എന്നും കാസ്റ്റ് അയൺ എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പൊ സ്റ്റീൽ ഏതൊക്കെ തരത്തിലുള്ള, സ്റ്റീലുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ മനസ്സിലാക്കാം? സ്റ്റീലുമായി ബന്ധപ്പെട്ട അതിന്റെ സ്റ്റീലിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റീലിന്റെ ടൈപ്സുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാസ്റ്റ് അയണിലേക്ക് വരുമ്പോൾ കാസ്റ്റ് അയണിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു ഫെറസ് നോൺ ഫെറസ് മെറ്റൽസ്. അതിനകത്ത് തന്നെ ഫെറസ് മെറ്റൽസിനകത്താണ് ഇത്തരത്തിൽ കാസ്റ്റ് അയണും സ്റ്റീലും വരുന്നുണ്ടാവുക. നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ മറ്റ് മെറ്റലുകൾ, കോപ്പർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്രാസ്, ബ്രോൺസ്, അങ്ങനെയൊക്കെയുള്ള നോൺ ഫെറസ് മെറ്റൽസ് അല്ലെ. നോൺ ഫെറസ് മെറ്റൽസ്, അതിന്റെ അലോയ്സ്, അലൂമിനിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റൽസിന്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, ഫൈൻ. സോ അതിനുശേഷം നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു മെറ്റൽസിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? റിക്വയർഡ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി, നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു പ്രോസസ്സാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഹീറ്റ് ട്രീറ്റ്മെന്റിനകത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അനീലിംഗ്, നോർമലൈസിങ്, ഹാർഡനിങ് പ്രോസസ്സുകളൊക്കെ. അനീലിംഗ്, നോർമലൈസിങ്, അതുപോലെ ഹാർഡനിങ്, ടെമ്പറിങ്, അങ്ങനെയുള്ള 4 പ്രോസസ്സുകളാണ് മെയിനായിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അത്തരത്തിലുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ്. അതിനുശേഷം നമ്മൾ കേസ് ഹാർഡനിങ്, സർഫസ് മാത്രം നമ്മൾ ഹാർഡൻ ചെയ്യുന്നു. അതിന്റെ കോർ അല്ലെ, ഉള്ളിലുള്ള പോർഷൻ എന്താണ്? വളരെ ടഫായിട്ട് അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ട് വെക്കുന്നുണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സാണ് കേസ് അല്ലെങ്കിൽ സർഫസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. സർഫസ് ഹാർഡനിങ്ങിനകത്ത് നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് പ്രോസസ്സുകളൊന്നും പറയുന്നില്ല, ജസ്റ്റ് കേസ് ഹാർഡനിങ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് പക്ഷെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രേറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെയിം ഹാർഡനിങ് ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള കുറച്ച് മെത്തേഡുകൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടെ ഡെപ്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനുശേഷം ഹാർഡ്നെസ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഹാർഡ്നെസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ടു ഇൻഡന്റേഷൻ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ അത്തരത്തിൽ റോക്ക്വെൽ ഹാർഡ്നെസ്, ബ്രെണൽ ഹാർഡ്നെസ്, വിങ്കേഴ്സ് ടെസ്റ്റുകൾ, ഇമ്പാക്ട് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടഫ്നെസ് മെഷർമെന്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർപി ടെസ്റ്റ്, ഐസോർ ടെസ്റ്റ്, അത്തരത്തിലുള്ള ഇമ്പാക്ട് ടെസ്റ്റിംഗും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു 6ാമത്തെ മൊഡ്യൂൾ നമ്മൾ മനസ്സിലാക്കേണ്ടിട്ടുള്ളത്. 7ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർജിങ് എന്ന് പറയുന്നത് മറ്റൊരു മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അപ്പോൾ ഫോർജിങ് എന്ന് പറയുമ്പോൾ അവിടെ മെഷീനിങ് അല്ല നടക്കുന്നത് അല്ലെ. എന്താണ്? അതിനെ ചൂടാക്കി നമ്മൾ റിക്വയർഡ് ഷേപ്പിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് റിക്വയർഡ് ഷേപ്പിലേക്ക് മാറ്റുന്നു. സോ അതുമായി ബന്ധപ്പെട്ട് ഫോർജ് ചൂടാക്കാനുള്ള ആ ഒരു സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് ഫോർജ് എന്ന് പറയുന്നത്. സോ അവിടെ യൂസ് ചെയ്യുന്ന റിഫ്രാക്ടറി മെറ്റീരിയൽസ് ഉണ്ട്. ഫോർജിങ് ഹാൻഡ് ടൂൾസ്, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ടോൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ടോൺസ് യൂസ് ചെയ്യാറുണ്ട്, ചിസൽസ് യൂസ് ചെയ്യാറുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൻവിൽ യൂസ് ചെയ്യാറുണ്ട് അത് ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഹാമേഴ്സ് അല്ലെ, ഹാമേഴ്സിനകത്ത് തന്നെ സ്ലെഡ്ജ് ഹാമേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഹാമേഴ്സ് എന്ന് പറയുമ്പോൾ ബോൾ പീൻ ഹാമേഴ്സ്, സ്ട്രേറ്റ് പീൻ അല്ലെങ്കിൽ ക്രോസ് പീൻ ഹാമേഴ്സ്, ടൈപ്സ് ഓഫ് ഹാമേഴ്സ് നമ്മൾ പഠിക്കണം. കട്ടിംഗ് ടൂളുകൾ പഠിക്കണം. ഓൾറെഡി നമ്മൾ കണ്ടു ചിസൽസ്, കോൾഡ് ചിസൽ, ഹോട്ട് ചിസൽ, അതിന്റെ ഇൻക്ലൂഡ് ആംഗിൾ എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ദെൻ ആൻവിൽസ്, ഫോർജിങ് ഓഫ് സ്റ്റീൽസ്, അതുപോലെ തന്നെ ഫോർജിങ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഇപ്പൊ ഡ്രോയിങ് ഡൗൺ, ഫുള്ളറിങ് അല്ലെങ്കിൽ അപ്സെറ്റിങ്, അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ പ്രോസസ്സുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഡിഫക്റ്റ്, അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റ്, ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇതാണ് മെയിനായിട്ട് നമ്മളുടെ ആ ഒരു മൊഡ്യൂളിനകത്ത് ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. 8ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഷീറ്റ് മെറ്റൽ വർക്കാണ്. ഷീറ്റ് മെറ്റൽ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്ക്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് അത് ഈ പറയുന്ന ഓരോ സാധനങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഈ പറയുന്ന
എട്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വളരെ കോമൺ ആയിട്ട് തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഷീറ്റ് മെറ്റൽ വർക്കിനകത്ത് ഒരു ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് സ്നിപ്സ്, അതായത് ഷിയർ അല്ലെ, കത്രിക അല്ലെ, നമ്മൾ എന്താണ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്നിപ്സ്, അതിന്റെ ടൈപ്പ് ഏതൊക്കെയാണ്. മാലറ്റ് എന്ന് പറയുമ്പോൾ വുഡൻ അല്ലെ, നമ്മൾ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു വുഡൻ മാലറ്റ്, അതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ദെൻ ഷീറ്റ് മെറ്റൽ ഹാൻഡ് ടൂൾസ്, കോമ്പസ്, സ്റ്റേക്സ് എന്ന് പറയാൻ നമുക്കറിയാം ഷീറ്റ് മെറ്റൽ വർക്കേഴ്സിന്റെ ആൻവിൽ എന്നറിയപ്പെടുന്ന ടൂളാണ് നമ്മളുടെ സ്റ്റേക്സ് എന്ന് പറയുന്നത്. അതിന്റെ ടൈപ്പുകൾ, അതിന്റെ യൂസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. മെറ്റൽസ്, അപ്പൊ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽസുകൾ ഏതൊക്കെയാണ്. അപ്പം ഗാൽവനൈസ്ഡ് GI ഷീറ്റ് യൂസ് ചെയ്യാറുണ്ട്, ഹോട്ട് റോൾഡ് ഷീറ്റ്, കോൾഡ് റോൾഡ് ഷീറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ്, അപ്പൊ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് മാത്രം നമ്മുടെ നെക്സ്റ്റ് എക്സാമിന് വരുന്നത് ഒരു മൊഡ്യൂളായിട്ട് തന്നെയാണ്. അപ്പൊ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ വളരെയൊക്കെ ഡെപ്ത് ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പഠിച്ചു വരുന്ന ഒരാൾക്ക് ഈ ഒരു മൊഡ്യൂൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ 10 മാർക്സ് അല്ലെങ്കിൽ ആ ഒരു 10 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വളരെ അഡ്വാൻറ്റേജ് ആണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. മെറ്റൽസ് യൂസ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്, ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ്, ജോയിന്റ്സ്, ബെൻഡിങ് മെഷീൻസ്. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ കോമൺ ആണ്, വളരെ ഡെപ്തിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെ പോയാലും 10 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ട് നമുക്ക് ഈ 2 എക്സാമുകളും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. വെൽഡിങ് മറ്റൊരു ടോപ്പിക്കായിട്ട് മറ്റൊരു മൊഡ്യൂളായിട്ട് തന്നെ പഠിക്കണം. വെൽഡിങ്ങിനകത്ത് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങും ആണ് മെയിൻ ആയിട്ടുള്ളത്. കൂടുതലും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഗ്യാസ് വെൽഡിങ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഓക്സി അസെറ്റിലിംഗ്, ഗ്യാസ് വെൽഡിങ്, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സേഫ്റ്റി ടൂൾസുകൾ ഏതൊക്കെയാണ്, സേഫ്റ്റി ആക്സസറീസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതിന് അവിടെ യൂസ് ചെയ്യുന്ന ടൂളുകൾ, അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെയിംസ് ഏതൊക്കെയാണ്, അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ സിലിണ്ടർ, അസെറ്റിലിൻ സിലിണ്ടർ, അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ്, കോമൺ മെറ്റൽസിന്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അവിടെ യൂസ് ചെയ്യുന്ന ടേമുകൾ എന്താണ്, ഫ്ലാഷ് ബാക്ക്, എന്താണ് ബാക്ക് ഫയർ, അല്ലെങ്കിൽ അതിന്റെ ജോയിന്റ്സ് ടെക്നിക്ക്, വെൽഡിംഗ് ജോയിന്റ് ടെക്നിക്ക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആർക്ക് വെൽഡിംഗ് മെഷീൻസ്, ഇപ്പം ഇത്തരത്തിൽ AC മെഷീൻ ഉണ്ട്, DC മെഷീൻ ഉണ്ട്, അതിന്റെ പൊളാരിറ്റി എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കണം. വെൽഡിംഗ് ഡിഫക്റ്റ്, ഇൻസ്പെക്ഷൻ, വെൽഡ്, അത്രയാണ് മെയിൻ ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിനകത്ത് വരുന്നുണ്ടാവുക. അപ്പൊ അതും 10 മാർക്ക്. വെൽഡിംഗ് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ലാസ്റ്റ് മൊഡ്യൂൾ വരുമ്പോൾ നമുക്ക് മെഷീനുമായി ബന്ധപ്പെട്ട്, മെഷീൻ ടൂളുമായി ബന്ധപ്പെട്ട് ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീനാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, സോ എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെഷീൻ ടൂൾ തന്നെയാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. മദർ ഓഫ് മെഷീൻസ് എന്നറിയപ്പെടുന്ന ലെയ്ത്ത് തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ലെയ്ത്തിന്റെ പാർട്സിൽ നിന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തന്നെയും ലെയ്ത്ത്, അതിന്റെ ടൈപ്സ് ഓഫ് ലെയ്ത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ലെയ്ത്ത് പഠിച്ചതിന് ശേഷം നമുക്ക് പാർട്ട് ഓഫ് ലെയ്ത്ത് അല്ലെങ്കിൽ ലെയ്ത്തിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടുകളിലേക്ക് വരാം, അതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരാം. ഓക്കെ, അപ്പം പാർട്ട് എന്ന് പറയുമ്പോൾ അത് കുറെ അധികം പാർട്സുകൾ ഉണ്ട്, അതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനുശേഷം ലെയ്ത്തിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ബാക്ക് ഗിയർ മെക്കാനിസം, ഇത്തരത്തിൽ എന്താണ് നമ്മൾ ലെയ്ത്തിൽ ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഗിയർ എൻഗേജ് ചെയ്തുകൊണ്ട് സ്പീഡുകൾ അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് കുറയ്ക്കാറുണ്ട് അല്ലെ. അപ്പം ബാക്ക് ഗിയർ മെക്കാനിസം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. വർക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഡിവൈസസ്, ചക്ക് അല്ലെങ്കിൽ മാൻഡ്രിൽസ്, അങ്ങനെയുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, കട്ടിംഗ് ടൂൾ, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ അല്ലെ, നമ്മൾ സാധാരണ ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. അതിന്റെ ആംഗിൾസ്, ഓക്കെ, അതിന്റെ ആംഗിൾസ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നേച്ചർ അല്ലെ, ടൂൾ സിഗ്നേച്ചർ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ റേക്ക് ആംഗിൾ, ബാക്ക് റേക്ക്, സൈഡ് റേക്ക്, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, റിലീഫ് ആംഗിൾ, അങ്ങനെ നോസ് റേഡിയസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആ ഒരു കട്ടിംഗ് ആംഗിൾസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ലെയ്ത്ത് ഓപ്പറേഷൻസിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ടേണിങ് അല്ലെങ്കിൽ നേളിങ് അല്ലെങ്കിൽ ത്രെഡ് കട്ടിങ് അല്ലെങ്കിൽ ഫോമിങ്, അങ്ങനെയൊക്കെയുള്ള ലെയ്ത്ത് ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കണം. ത്രെഡ് കട്ടിങ്, കട്ടിംഗ് സ്പീഡ് അല്ലെ, പാരാമീറ്റേഴ്സിലേക്ക് വരുമ്പോൾ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ദെൻ ലാസ്റ്റ് സേഫ്റ്റി ഇൻ തിക്ക് വർക്ക്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സിലബസ് നോക്കുന്ന സമയത്ത്. ഇതിപ്പം നമ്മൾ എന്താണ് വളരെ ബ്രീഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് വളരെയധികം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും മാക്സിമം നമുക്ക് എന്താണ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് നോക്കുമ്പോൾ ലെയ്ത്ത് എന്ന് പറയുന്ന സിംഗിൾ ടോപ്പിക്കിനകത്ത് ഇവരിപ്പോ 2 ലൈനിൽ ഒതുക്കി എന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷെ നമ്മളത് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡെപ്തിൽ നല്ല രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മുടെ ഫിറ്റർ ട്രേഡിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് പഠിച്ചു പോകുന്നത് തന്നെയാണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നല്ലത്. ഓക്കെ, അപ്പൊ അവര് കൂടുതലും ഈ ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ തന്നെയും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വേണം നമ്മൾ എക്സാമിന് പോകാൻ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫിറ്റർ അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഓഡിബിൾ ആണ് സർ, ഓഡിബിൾ ആണ്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഷീറ്റ് മെറ്റൽ വർക്കർ നമുക്ക് എങ്ങനെ ഇത് ക്ലബ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ 2 എക്സാമും ഒരുമിച്ച് എങ്ങനെ പഠിച്ചു പോകാം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ.
അപ്പോൾ ഈ പറയുന്ന ഷീറ്റ് മെറ്റൽ വർക്കർ നമ്മൾ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ വർക്കർ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ ഫിറ്റർ പഠിക്കുന്ന സമയത്തൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സിലബസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ കുറച്ച് കുറവായിരുന്നു അഡ്വൈസ് ഉള്ളത്. ഏകദേശം 10 അഡ്വൈസ് മാത്രമേ നിലവിൽ പോയിട്ടുള്ളൂ. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് 78 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. 44 പേരാണ് മെയിൻ ലിസ്റ്റിൽ അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിന്ന് വളരെ കുറച്ച് പേർക്ക് അഡ്വൈസ് പോയിട്ടു എന്നുള്ളത് ശ്രദ്ധിക്കണം. പക്ഷെ അത് അടുത്ത തവണ ചിലപ്പോൾ അത് ഒരു പക്ഷെ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലെ. അപ്പോൾ ചിലപ്പോൾ റിട്ടയർമെന്റ് ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കത് ഫോക്കസ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് രണ്ടിന്റെയും സിലബസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നാമത്തെ മൊഡ്യൂളിനകത്ത് കൃത്യമായിട്ട് മാർക്ക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറയുന്നുണ്ട്. 6 മാർക്കാണ് മെറ്റലർജിയാണ്. മെറ്റലർജി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റൽസും അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ആ ഒരു മൊഡ്യൂളിന് വളരെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചുകൂടെ എടുത്തവർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ മെറ്റൽ അല്ലെങ്കിൽ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെ, ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് താഴെ പറയുന്നുണ്ട്. ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, ഫെറസ് മെറ്റൽസിനകത്ത് വരുന്ന കാസ്റ്റൈൻ പറയുന്നുണ്ട്, പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് പറയുന്നുണ്ട്, അലോയി സ്റ്റീൽസ് പറയുന്നുണ്ട്. ഓക്കെ, നോൺ ഫെറസ് മെറ്റൽസിലേക്ക് വരുമ്പോൾ അതിന്റെ അലോയിസ് പറയുന്നുണ്ട്. അലൂമിനിയത്തിന്റെ അലോയിസ്, കോപ്പർ നിക്കൽ അലോയിസ്, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ഓരോന്നിന്റെ മെൽറ്റിംഗ് പോയിന്റ്, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ നമ്മൾ നേരത്തെ തൊട്ടു മുന്നേ കണ്ട ആ ഒരു മൊഡ്യൂൾ വളരെ സിമിലർ ആണ് ഇവിടുത്തെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, അവർ ടോപ്പിക് കൊടുത്തിരിക്കുന്ന മെറ്റലർജി ആണെങ്കിൽ തന്നെയും ഇത് നമ്മുടെ കഴിഞ്ഞ എക്സാമിന് അല്ലെങ്കിൽ കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റലിന് വന്നിട്ടുള്ള സിലബസ് തന്നെയാണ്. 99% ഈ ഒരു സിലബസ് തന്നെ ആവാം നമുക്ക് അടുത്ത വരുന്ന എക്സാമിനും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ PSC കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഒന്നാമത്തെ മൊഡ്യൂൾ വളരെ ഈസി ആയിട്ട് 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ അതും 6 മാർക്കാണ് PSC കൊടുത്തിട്ടുള്ളത്. സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റൽ സെക്ഷന് അതുപോലെ തന്നെ മേക്കിംഗ് പ്രോസസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഷീറ്റ് മെറ്റൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ, അതായത് ഷീറ്റ്, പ്ലേറ്റ്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ബാർ, ആംഗിൾസ്, ചാനൽസ്, അതിന്റെ ഓരോ സെക്ഷൻസ്, സോളിഡ് സെക്ഷൻസ്, അതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പൊ ഹോട്ട് റോൾഡ് പ്രോസസ് ഉണ്ട്, കോൾഡ് റോളിംഗ് പ്രോസസ് ഉണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അത് മൊത്തമായിട്ട് നമ്മൾ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഒരു രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഷീറ്റ് മെറ്റൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ ഒന്നാമത്തെ മൊഡ്യൂളിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരിക. മൂന്നാമത്തെ മൊഡ്യൂളിൽ എന്താണ് 12 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. 12 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. മെയിൻ ആയിട്ട് നമ്മൾ 1-2 മൊഡ്യൂളിൽ നമ്മൾ ഫിറ്ററിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ്. മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്. ഓക്കെ, സെയിം കാര്യങ്ങൾ തന്നെ ഇവര് എടുത്ത് കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമുക്ക് പഠിക്കേണ്ടത്. 12 മാർക്കിന്റെ ഒരു വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മെഷറിംഗും അല്ലെങ്കിൽ മെഷറിംഗ് ടൂൾസ് അല്ലെ, സ്റ്റീൽ റൂള്, ബെവൽ പ്രൊട്രാക്ടർ, കാലിപ്പേഴ്സ്, സ്ട്രെയിറ്റ് എഡ്ജ്, ട്രാമൽസ്, വലിയ ഹോള് ട്രാമൽസ്, അതുപോലെ തന്നെ മാർക്കിംഗ് പഞ്ചസ്, മൈക്രോമീറ്റേഴ്സ്, വെർനിയർ കാലിപ്പറസ്. അപ്പൊ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള വെർനിയർ കാലിപ്പറും ഡയൽ ഗേജും ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. അതുപോലെ തന്നെ വെർനിയർ ബെൽ ആംഗിൾ മെഷർമെന്റുമായി ബന്ധപ്പെട്ട് വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ, ഹൈറ്റ് ഗേജ്, സ്റ്റാൻഡേർഡ് SWG, സ്റ്റാൻഡേർഡ് വയർ ഗേജ്, ഷീറ്റിന്റെ ഒക്കെ തിക്നെസ് ചെക്ക് ചെയ്യാനുള്ള SWG അല്ലെ, സ്റ്റാൻഡേർഡ് വയർ ഗേജസ്, സ്ക്രൂ പിച്ച് ഗേജുകൾ, അതുപോലെ തന്നെ റേഡിയസ് ഗേജുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസുകൾ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നതാണ്. 12 മാർക്കിനാണെന്നുള്ളത് ഓർത്തിരിക്കാം. നാലാമത്തെ മൊഡ്യൂളും 12 മാർക്ക് തന്നെയാണ്. കട്ടിംഗ് ആൻഡ് ഫോമിംഗ് ടൂൾ അല്ലെ, കട്ടിംഗ് ആൻഡ് ഫോമിംഗ് ടൂൾസ്. അപ്പൊ നമുക്ക് നോക്കിയാൽ കഴിഞ്ഞ തവണ പഠിച്ച ഫയൽസ്, ചിസൽസ്, പഞ്ചസ്, ഡ്രില്ല് കാര്യങ്ങളൊക്കെ ഇവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് കൂടാണ്ട് വരുന്നത് മെയിൻ ആയിട്ട് സ്നിപ്സ് എവിടെ പഠിക്കുന്നുണ്ട്. നമ്മളുടെ ഫിറ്ററിനകത്ത്, നമ്മളുടെ ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് നമ്മൾ ടൈപ്സ് ഓഫ് സ്നിപ്സും ഷിയേഴ്സും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഇവിടെയും നമുക്കത് പഠിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് അങ്ങോട്ടും എടുക്കാം. അപ്പൊ സ്നിപ്സ്, ഷിയേഴ്സ്, ബെഞ്ച്, ടൈപ്സ് ഓഫ് ഷിയേഴ്സിനകത്ത് ബെഞ്ച് ഷിയേഴ്സ്, ഹാക്സോ ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ്, നമുക്ക് ഫിറ്ററിന് ആവശ്യമുള്ളതാണ്. ചിസൽസ്, ഫയൽസ്, കട്ടിംഗ് പഞ്ചസ് അല്ലെ, ഡ്രിൽ ബിറ്റുകൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അല്ലെങ്കിൽ ഹാമേഴ്സ്, ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ്, സ്ക്രൂ ഡ്രൈവേഴ്സ്, സ്പാനേഴ്സ്, വൈസ് ആൻഡ് ക്ലാംസ് അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ 12 മാർക്ക് ഇവിടെയും നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ 4 മൊഡ്യൂളിനകത്ത് ഏകദേശം ഒരു മൊഡ്യൂൾ മാത്രമേ നമ്മൾ ഷീറ്റ് മെറ്റലിന് വേണ്ടി പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി 3 മൊഡ്യൂളുകളും വളരെ ഈസി ആയിട്ട് കോമൺ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ 5ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 8 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് 5ാമത്തെ വെയിറ്റേജ് ഉള്ള മൊഡ്യൂളാണ് 5ാമത്തെ മൊഡ്യൂൾ. അപ്പോൾ അത് ഷീറ്റ് മെറ്റൽ സീംസ്, ജോയിന്റ്സ്, സീംസ് ആണ്. അതുപോലെ തന്നെ സ്റ്റിഫനിങ് പ്രോസസ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. പലതരത്തിലുള്ള ജോയിന്റുകൾ അല്ലെങ്കിൽ സീമുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഗ്രൂവ്ഡ് സീം, ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീം, പാൻഡ് ഡൗൺ, ക്യാപ് സ്ട്രിപ്പ്, അതുപോലെ തന്നെ ഡൗട്ടെയിൽ, സ്നാപ്പ് ലോക്ക്, അങ്ങനെയുള്ള നിരവധി ജോയിന്റുകൾ അല്ലെങ്കിൽ സീമുകൾ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എഡ്ജ് ഒക്കെ നമുക്കൊന്ന് സ്റ്റിഫൻ ചെയ്യാൻ, ഒന്ന് ഹാർഡ് ആക്കാൻ അല്ലെങ്കിൽ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
വയറിങ്സ് അല്ലെങ്കിൽ എഡ്ജ് വയറിങ്ങും ഹെമ്മിങ്ങും ഒക്കെ ചെയ്യാറുണ്ട്. സ്വേജിങ്, ബീഡിങ്, അതുപോലെ തന്നെ ക്ലാഞ്ചിങ്ങും കേളിങ്ങും ഒക്കെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റിഫനിങ് പ്രോസസ്സുകൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സും അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളും നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഷീറ്റ് മെറ്റലിന് വേണ്ടി ഫോക്കസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ 20 മാർക്ക് വരുന്ന ഒരു മൊഡ്യൂളാണ് 6ാമത്തെ മൊഡ്യൂൾ. ഓക്കെ, ഇവിടെ ഈ പറയുന്ന എന്താണ് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ പ്രോസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് മാത്രം നമ്മളുടെ നമ്മളുടെ ഫിറ്ററിൽ കണ്ടിരുന്നു. എന്നാൽ ആ ഒരു ടോപ്പിക് ഒരു മൊഡ്യൂളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ മാർക്ക് 20 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. മാർക്ക് വരുന്നത് 20 മാർക്കാണ് അല്ലെ. അതിനകത്ത് നിരവധി ഓപ്പറേഷൻസ് ആണ്. ഇപ്പൊ നോച്ചിങ് എന്താണ്, ബ്ലാങ്കിങ്, യോസിങ്, പഞ്ചിങ്, ഷിയറിംഗ്, പെർഫറേറ്റിംഗ്, സ്ലിറ്റിംഗ്, ലാൻസിങ്, നിബ്ലിംഗ്, ട്രിമ്മിങ്, പാർട്ടിംഗ്, അങ്ങനെ നിരവധി ഓപ്പറേഷൻസ്, കട്ടിംഗ് ഓപ്പറേഷൻ ഉണ്ട്, ഫോമിംഗ് ഓപ്പറേഷൻ ഉണ്ട്. അങ്ങനെയുള്ള നിരവധി കട്ടിംഗ് ആൻഡ് ഫോമിംഗ് ഓപ്പറേഷൻസ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ദെൻ അതിനുശേഷം ഇത്തരത്തിലുള്ള സർഫസ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മൾ സാധാരണ ഷീറ്റ് മെറ്റൽ കൊണ്ട് നിരവധി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ. ഇപ്പൊ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള നമ്മൾ സാധാരണ ലാബുകളിലൊക്കെ നമ്മൾ സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ പല ഷേപ്പുകൾ നമ്മൾ സാധാരണ നിർമ്മിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഉണ്ട്, പാരലൽ ലൈൻ മെത്തേഡ്സ്, റേഡിയൽ ലൈൻ മെത്തേഡ്സ്, ട്രയാങ്കുലേഷൻ മെത്തേഡ്സ്, അങ്ങനെ സർഫസ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മെത്തേഡ്സുകൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എന്താണ് ഫിറ്ററിനകത്തും ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതും ഇത് തന്നെയാണ്. 6ാമത്തെ മൊഡ്യൂൾ മനസ്സിലാക്കാം. 7ാമത്തെ മൊഡ്യൂൾ മാർക്ക് 12 ആണ് വെയിറ്റേജ് ഉള്ളത്. അതിനകത്ത് നമ്മുടെ മെഷീൻസ് തന്നെയാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഡ്രില്ലിംഗ് മെഷീൻ അല്ലെ, അതുപോലെ ഷിയറിംഗ് മെഷീൻ, പ്രസ് ബ്രേക്സ് അല്ലെങ്കിൽ ബാർ ഫോൾഡേഴ്സ്, ബെൻഡിങ് മെഷീൻസ്, പ്രസ്സസ്, ഫ്ലൈ പ്രസ്സസ്, പവർ പ്രസ്സസ്, അതുപോലെ തന്നെ ഗ്രൈൻഡിങ് മെഷീൻ, അത് ഗ്രൈൻഡേഴ്സ്, അതുപോലെ തന്നെ എയർ കംപ്രസേഴ്സ്, പൈപ്പ് ബെൻഡിങ് മെഷീൻസ്, ജിക്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് ഇവിടെയും വരുന്നുണ്ട് അല്ലെ. ജിക്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് ഫിറ്ററിലും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അത് ഇത്തരത്തിലുള്ള മെഷീൻസ് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത്, അതായത് ഇപ്പൊ പവർ പ്രസ്സസ്, അതുപോലെ തന്നെ ബഫിംഗ് മെഷീൻസ്, അതുപോലെ തന്നെ ബാർ ഫോൾഡേഴ്സ്, പ്രസ് ബ്രേക്സ് ഒക്കെ നമുക്ക് ഷീറ്റ് മെറ്റലിലേക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീനും അതുപോലെ തന്നെ ജിക്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സും ഗ്രൈൻഡിങ് മെഷീനും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. 8ാമത്തെ മൊഡ്യൂൾ 12 മാർക്കാണ്. അവിടെ ജോയിനിങ് പ്രോസസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ എന്താണ് ഫാസ്റ്റനിങ് ആൻഡ് ജോയിനിങ്ങിനകത്ത് നമ്മൾ വെൽഡിങ് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രത്യേകം എടുത്ത് പഠിച്ചു ഫിറ്റിങ്ങിനകത്ത്. ഓക്കെ, അതുപോലെ തന്നെ സോൾഡറിങ്, ബ്രേസിങ്, റിവറ്റിങ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് മെയിൻ ആയിട്ട് മൊഡ്യൂൾ 8ലും വരുന്നുണ്ടാവുക, റിവറ്റിങ്, സോൾഡറിങ്, ബ്രേസിങ്. ഓക്കെ, അത് മൂന്നും നമ്മൾ കണ്ടല്ലോ. ഓക്കെ, അത് കോമൺ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ശേഷം ഗ്യാസ് വെൽഡിംഗ് ആണ്. ഗ്യാസ് വെൽഡിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓക്സി അസെറ്റിൽ വെൽഡിങ്, ഗ്യാസ് കട്ടിങ് അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഗ്യാസ് വെൽഡിംഗ് ആദ്യത്തെ 4 ടോപ്പിക് ഓൾറെഡി നമ്മൾ എന്താണ് കോമൺ ആയിട്ട് പഠിക്കുന്നതാണ്. സോ അതിനുശേഷം വരുന്നത് ഒന്ന് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഷീലർ മെറ്റൽ ആർക്ക് വെൽഡിങ്, അല്ലെങ്കിൽ മിഗ് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്, അതുപോലെ തന്നെ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വെൽഡിങ്, അങ്ങനെയുള്ള എന്താണ് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് വെൽഡിങ് നമുക്ക് എന്താണ് എക്സ്ട്രാ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ജോയിനിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അതിനുശേഷം അഡ്വാൻസ്ഡ് കട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബി സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. കട്ടിംഗ് പ്രോസസ്, വാട്ടർ ജെറ്റ് കട്ടിംഗ് മെത്തേഡ്, പ്ലാസ്മ കട്ടിങ്, ലേസർ കട്ടിങ്, അങ്ങനെയൊക്കെയുള്ള എന്താണ് ഷീറ്റ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കട്ടിംഗ് അഡ്വാൻസ്ഡ് മെഷീനിങ് പ്രോസസ്സിനകത്ത് നമ്മൾ പഠിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് വാട്ടർ ജെറ്റ്, പ്ലാസ്മ, ലേസർ. മാത്രം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂടെ പഠിച്ചാൽ മതിയാകും. അത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് മൊഡ്യൂൾ 8 എന്ന് പറയുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 9ലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഇവിടത്തേക്ക് വേണ്ടി മാത്രം, അതായത് ഡെഡിക്കേറ്റഡ് ടു ഷീറ്റ് മെറ്റൽ വർക്കാണ് അല്ലെ. ഈ ഷീറ്റ് മെറ്റൽ വർക്കിന് വേണ്ടി മാത്രം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അത് ഡീഗ്രീസിംഗ് ഉണ്ട്, അതുപോലെ പിക്ലിംഗ് പ്രോസസ്സ്, സർഫസ് ഒക്കെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്ന കുറച്ച് പ്രോസസ്സുകളാണ്. ഡീഗ്രീസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പിക്ലിംഗ്, ഫ്ലെയിം ഡീസ്കെയിലിംഗ്സ്, ടെമ്പററി ട്രീറ്റ്മെന്റ്, സെമി പെർമനന്റ് ട്രീറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ പെർമനന്റ് ട്രീറ്റ്മെന്റ്. അപ്പം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ഡീഗ്രീസിംഗ്, പിക്ലിംഗ് പ്രോസസ്സും ഒക്കെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അത് അത്തരത്തിലുള്ള സർഫസ് പ്രിപ്പറേഷൻ പ്രോസസ്സുകളും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ പ്രോസസ്സുകളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ പറയുന്ന സെക്ഷൻ എയില്. ദെൻ ഫാബ്രിക്കേഷൻ, അലൂമിനിയം ഫാബ്രിക്കേഷനിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അലൂമിനിയത്തിന്റെ സെക്ഷൻസ്, അവിടെ യൂസ് ചെയ്യുന്ന ടൂളുകൾ, എക്യുപ്മെന്റ്, സ്ക്രൂ, ബോൾട്ട്, നെറ്റ്, ത്രെഡുകളൊക്കെയാണ് മെയിൻ ആയിട്ട് ഫാബ്രിക്കേഷൻ, അലൂമിനിയം ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതും നമുക്ക് 9ഉം നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് ഷീറ്റ് മെറ്റൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഏരിയയാണ്. മാർക്ക് 6 മാർക്കാണെന്നുള്ളത് ഓർത്തിരിക്കുക. ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ 10ാമത്തെ മൊഡ്യൂളാണ്. ഇവിടെ മാർക്ക് 6 കൊടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് എന്താണ് ഇത്തരത്തില് ഷീറ്റ് മെറ്റലിന് വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു മൊഡ്യൂൾ തന്നെയാണ്. റൂഫ് സ്ട്രക്ചർ, അതുപോലെ തന്നെ എന്താണ് ഹൗസ് ഹോൾഡ് കിച്ചൺ ആക്സസറീസ്,
എയർ കണ്ടീഷൻ എക്യുപ്മെന്റ്സ്, ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള ലോകം ഓരോ ഇൻഡസ്ട്രിയിലും എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദെൻ സ്പേസ് പ്രോജക്ട്സിൽ എന്താണ് ഷീറ്റ് മെറ്റലിൽ നമ്മൾ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ടാവുക, അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഷീറ്റ് മെറ്റലിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ മെറ്റീരിയൽ കാൽക്കുലേഷനകത്ത് മെൻസുറേഷൻ ആണ് സാധാരണ നമ്മൾ എന്താണ് കാൽക്കുലേഷൻസിനകത്ത് വരുന്നതാണ് മെൻസുറേഷൻസ്. അതുപോലെ തന്നെ ട്രിഗണോമെട്രി നമുക്ക് ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അഡീഷണൽ ആയിട്ട് വർക്ക്ഷോപ്പ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് ബി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. മെൻസുറേഷനും അതുപോലെ തന്നെ ട്രിഗണോമെട്രി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഷീറ്റ് മെറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിറ്റിംഗ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ ആയിക്കോട്ടെ നമുക്ക് മനസ്സിലാക്കേണ്ട മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ രണ്ട് ടോപ്പിക് ഈ രണ്ട് സിലബസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും എന്താണ് എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് അല്ലെ. അപ്പൊ ഈ രണ്ട് എക്സാമും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് മൂന്നോ നാലോ മൊഡ്യൂളുകൾ മാക്സിമം എന്താണ് ഈ പറഞ്ഞ പകുതിയിൽ കൂടുതലോളം മൊഡ്യൂൾസുകൾ കോമൺ ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനുശേഷം വരുന്ന 4-3 മൊഡ്യൂളുകൾ മാത്രം നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഈ രണ്ട് എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ കോമൺ ടോപ്പിക്സിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഫിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 10 മൊഡ്യൂളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 10 മൊഡ്യൂളുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ മാർക്കിംഗ് ടൂൾസ്, ഹാൻഡ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ്. അപ്പൊ ആദ്യത്തെ 3-4 മൊഡ്യൂളുകൾ ബേസിക്കലി ടൂൾസുകളാണ്. അപ്പൊ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ കട്ടിംഗ് ടൂള്, ഹാൻഡ് ടൂള്, മാർക്കിംഗ് ടൂൾ. അപ്പൊ മെയിനായിട്ട് 4 മൊഡ്യൂളും നമ്മൾ വർക്ക്ഷോപ്പ് ടൂൾസുകളാണ്. നമ്മൾ മെഷറിംഗ് ടൂൾ ആയിക്കോട്ടെ കട്ടിംഗ് ടൂൾ ആയിക്കോട്ടെ മെയിനായിട്ട് 4 മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അഞ്ചാമത്തിനകത്താണ് ഫാസ്റ്റ്നേഴ്സ്, നട്ട് ബോൾട്ട്, അതുപോലെ തന്നെ റിവെറ്റ്, സോൾഡറിങ്, ബ്രേസിംഗ്, ഫാസ്റ്റ്നേഴ്സ്, പവർ ട്രാൻസ്മിഷൻ, ബെൽറ്റ് ഡ്രൈവ്, ഗിയർ, ക്ലച്ച്, ബെയറിംഗ്സ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് അഞ്ചാമത്തെ മൊഡ്യൂൾ. നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ അത് ഓക്കെയാണ്. ദെൻ മെറ്റൽസ്, ഹീറ്റ് ട്രീറ്റ്മെന്റ്, അത് നമുക്കറിയാം. ഫെറസ്, നോൺ ഫെറസ് മെറ്റൽസ്, ഹീറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ. ഫോർജിങ് മാത്രമാണ് എന്താണ് നമ്മുടെ ഏകദേശം ഷീറ്റ് മെറ്റൽ വേണ്ടാത്ത ഒരു പർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്നത്. ഫോർജിങ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് മൊഡ്യൂൾ 7 ആണ്. അതും 10 മാർക്ക് ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഷീറ്റ് മെറ്റൽ വർക്ക് കോമൺ ആണ്, വളരെ സിമ്പിൾ ആയിരിക്കും. ഷീറ്റ് മെറ്റൽ വർക്ക് പഠിക്കുന്നവർക്ക് ഈ 8ാമത്തെ മൊഡ്യൂൾ വളരെ ഈസി ആയിട്ട് ആ ഒരു 10 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. 9ാമത്തെ മൊഡ്യൂൾ വെൽഡിങ്, ലാസ്റ്റ് മൊഡ്യൂൾ ലെയ്ത്ത്. അപ്പൊ ഇങ്ങനെ ഒരു മൊഡ്യൂൾ നമുക്ക് ഫിറ്റിംഗ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പാരലായിട്ട് നോക്കുമ്പോൾ മൊഡ്യൂൾ 1 ഷീറ്റ് മെറ്റലിന്റെ കോമൺ ആണ്, മെറ്റൽസ് ആൻഡ് അലോയ്സ് ഓൾറെഡി നമ്മൾ കണ്ടു. 2ാമത്തെ മൊഡ്യൂൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഷീറ്റ് മെറ്റൽ സെക്ഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. 3ഉം 4ഉം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്, കട്ടിംഗ് ആൻഡ് ഫോമിംഗ് ടൂൾസ്, സംശയമൊന്നുമില്ല. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് നമുക്ക് പറയാം. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഷീറ്റ് മെറ്റൽ സീംസും സ്റ്റിഫനിങ് പ്രോസസ്സുമാണ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട്. മൊഡ്യൂൾ 6 കട്ടിംഗ് ആൻഡ് ഫോമിംഗ് ടൂൾസ്. മൊഡ്യൂൾ 7 മെഷീൻസ് ആണ്. ഇപ്പം ഡ്രില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ ഫ്ലൈ പ്രസസ് അങ്ങനെയൊക്കെയുള്ള മെഷീൻസ് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ജോയിനിങ് ആൻഡ് കട്ടിംഗ് പ്രോസസ് ഓൾറെഡി നമ്മൾ വെൽഡിങ്, സോൾഡറിങ്, ബ്രേസിംഗ് അതൊക്കെ നമ്മൾ പഠിച്ചു, ജോയിനിങ് പ്രോസസ്സുകൾ. ദെൻ അതുപോലെ തന്നെ കട്ടിംഗ് പ്രോസസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സർഫസ് പ്രിപ്പറേഷൻ ആണ് 9ാമത്തെ മൊഡ്യൂൾ. അത് നമുക്ക് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാം. 10ാമത്തെ മൊഡ്യൂളും ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ കോമൺ ആയിട്ട് വരുമ്പോൾ ഏകദേശം എന്താണ് പകുതിയിൽ കൂടുതൽ എന്താണ് നമുക്ക് 5 മൊഡ്യൂൾ കൂടുതൽ എന്ന് പറയുമ്പോൾ പകുതിയിൽ കൂടുതൽ ടോപ്പിക്കുകൾ കോമൺ ടോപ്പിക്കുകളാണെന്നും ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 എക്സാമുകൾക്കും നമുക്ക് കോമൺ ആയിട്ട് സ്കോർ ചെയ്യാം. കോമൺ ആയിട്ട് നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ 2 എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ പറഞ്ഞ രീതിയിൽ പർട്ടിക്കുലർ മോഡ്യൂൾ എടുക്കുന്ന സമയത്ത് 2 ബുക്കുകളും അല്ലെങ്കിൽ 2 ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ ഒരുമിച്ചെടുത്ത് വെച്ചതിന് ശേഷം എന്താണ് കോമൺ ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വേണം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഫൈൻ. സോ റെഫറൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എക്സാം എന്ന് പറയുന്ന ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലാണ്. അപ്പോൾ IT ക്വാളിഫിക്കേഷൻ പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ ആ ഒരു ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് നിമിയുടെ ആ ഒരു പർട്ടിക്കുലർ ട്രേഡ് ബുക്ക് തന്നെയാണ്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ ഫിറ്ററിൻ്റെത് വർക്ക്ഷോപ്പ് ഫിറ്ററിൻ്റെത് NSQF ലെവൽ 5 അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഭാരത് സ്കിൽസിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ PDF കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് എടുക്കുക, അത് നോട്ട് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കറിന്റെ അതുപോലെ തന്നെ എന്താണ് NSQF ലെവൽ 3 ആണ്, ഗ്രേഡ് 3 ആണ്. സോ ട്രേഡ് ആ ഒരു ഗ്രേഡ് വരുന്നത് 3 ലെവലിലാണുള്ളത്. സോ അത് അതിന്റെ ട്രേഡ് തിയറി ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആണ്, ട്രേഡ് പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആണ്. സോ അത് നമുക്ക് തിയറിയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ തിയറി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് നമ്മൾ അത് ഫോക്കസ് ചെയ്ത് വായിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഈ ഒരു റെഫറൻസ് ബുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിറ്റർ തിയറി ബൈ ഐഹിന്ദ് പബ്ലിക്കേഷൻ അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ടോ ആമസോണോ അങ്ങനെയുള്ള
കൊമേഴ്ഷ്യൽ വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള തിയറി ബുക്കുകൾ. ദെൻ ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡ് തിയറി ബൈ RBD പബ്ലിഷേഴ്സും അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മൾ അഡീഷണൽ റെഫറൻസ് എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന ടെക്സ്റ്റ് ബുക്കുകളാണെന്നുള്ളത് മനസ്സിലാക്കാം. സോ ഇതാണ് റെഫറൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളും കുറച്ച് ടോപ്പിക്കുകളും അല്ലെങ്കിൽ കുറച്ച് നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പബ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എങ്ങനെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജിയിലേക്ക് വരാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ എക്സാമിനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു സിലബസ് നന്നായിട്ട് ഓൾറെഡി നമ്മളിപ്പോ കുറച്ച് സമയം എടുത്തായാലും നമ്മളത് നമ്മളൊന്ന് അനലൈസ് ചെയ്തു അല്ലെ, എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു സിലബസ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സിലബസിനെ നമ്മൾ മൊഡ്യൂൾ വൈസ് തിരിച്ചുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൊഡ്യൂളും കോമൺ ആയിട്ട് വരുന്ന എന്തൊക്കെയാണ് അഡീഷണൽ ടോപ്പിക്കുകൾ പഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. സോ ആ ഒരു മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്യുക, വെയിറ്റേജ് പ്രകാരം ഡിവൈഡ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട് 20 മാർക്സോളം ഉള്ള ഒരു മൊഡ്യൂളുണ്ട്, മിനിമം 6 മാർക്കുള്ള മൊഡ്യൂളുകളുണ്ട്, 10 മാർക്കുള്ള മൊഡ്യൂളുകളുണ്ട്. അപ്പൊ ആ ഒരു മൊഡ്യൂളിനെ നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 20 മാർക്ക് ഉള്ള മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ വളരെയധികം സമയമെടുത്ത് വീണ്ടും വീണ്ടും നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു മൊഡ്യൂൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആറ് മാർക്കും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ അത് പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട്, അതായത് ആ ഒരു 20 മാർക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് അതിനകത്തുള്ള മൂലയും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. കാര്യം 6 മാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം കോമൺ ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് 6 മാർക്ക് നമുക്ക് ചോദിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു മൊഡ്യൂളിന്റെ വെയിറ്റേജ് കൂടുന്നതനുസരിച്ച് എന്താണ് കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ iPlusന്റെ നമ്മുടെ ആ ഒരു ആപ്പിനകത്ത് കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ്. സോ അത്തരത്തിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾക്കറിയാം എക്സാം വരുന്നത് ഈ പറഞ്ഞ രീതിയിൽ സെപ്റ്റംബർ മുതൽ അടുത്ത വർഷം സെപ്റ്റംബറിലൊക്കെയാണ് വരുന്ന എക്സാം വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ വരുന്ന എക്സാം ആ ഒരു സെപ്റ്റംബർ ടൈമിലാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 6 months അല്ലെങ്കിൽ 8 to 9 months ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഒരു 6 months ടൈം ലിമിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിന് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ഒരു 6 മാസം കൊണ്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളുകൾ കൃത്യമായിട്ട് പഠിച്ച് ആ ഒരു ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്ത് അല്ലെ, ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഒരു മൊഡ്യൂളിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലെ, മാക്സിമം ടെസ്റ്റ് സീരീസുകൾ നമ്മുടെ ആപ്പിലുള്ളത് പോലെ തന്നെ ടെസ്റ്റ് സീരീസിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുക, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, പ്രിപ്പയർ സ്റ്റാർട്ട് ചെയ്യുക. സോ അത് അടുത്ത് പറയുന്നത് തന്നെയാണ്, ഫൈൻഡ് ഔട്ട് മാക്സിമം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫ്രം ഈച്ച് ടോപ്പിക്. ഓരോ ടോപ്പിക് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. സോ അതിൽ നിന്ന് നമുക്ക് കുറെ അധികം അഡീഷണൽ പോയിന്റ്സുകൾ നമുക്ക് കിട്ടും. സോ അതിനുശേഷം വീക്കിലി റിവിഷൻ ആണ്. ഓരോ ആഴ്ചയും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. കാര്യം ഇത് മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസെപ്റ്റിനെക്കാട്ടി കൂടുതൽ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആർക്കായാലും മറന്നു പോകാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സ്ട്രാറ്റജി നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ലാസ്റ്റ് വൺ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെയിൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിരവധി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ അത് ഫിറ്റർ എന്ന് പറയുമ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ മാത്രം നമ്മൾ നോക്കരുത്. ഫിറ്ററുമായി ബന്ധപ്പെട്ടുള്ള മാക്സിമം കേരള PSC ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസുകൾ നടത്തിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ISRO, അതുപോലെ തന്നെ ബാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിരവധി മറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഫിറ്റർ ട്രേഡുകളിലും അല്ലെങ്കിൽ മെഷീനിസ്റ്റ്, ടർണർ, ഷീറ്റ് മെറ്റൽ അങ്ങനെയൊക്കെ നിരവധി എക്സാംസുകൾ നടത്താറുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ RRBയുടെ ഒക്കെ ഫിറ്ററിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് മനസ്സിലാക്കി നമ്മൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മുടെ ആപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അത് ഉയർന്ന റാങ്കിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ ഹാർഡ് വർക്ക് വേണം, അതുപോലെ തന്നെ സ്മാർട്ട് വർക്കും വേണം എന്നുള്ളൊരു രീതിയിലേക്ക് മാറി കഴിഞ്ഞു അല്ലെ. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്കിനോടൊപ്പം എന്താണ് സ്മാർട്ട് വർക്ക് കൂടെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സ്ട്രാറ്റജി ഒക്കെ ഓക്കെയാണ്, പക്ഷേ നമുക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ടെന്റേറ്റീവ് ഷെഡ്യൂൾ ഓൾറെഡി വന്നേക്കുന്നത് സെപ്റ്റംബർ നവംബർ ആണ്. അപ്പോൾ അതിനിപ്പുറം നമ്മൾ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ജനുവരി ആണ്. അപ്പൊ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു 6 മാസം, മാക്സിമം ഒരു 6 മാസം നിങ്ങൾ ടൈം ലിമിറ്റ് ഇടുക മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ ആ 6 മാസം പിന്നെ ഒരു 3 മാസം നമുക്ക് കിട്ടും, അത് നമ്മൾ റിവൈസ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ 2 എക്സാമുകളും, ഈ 2 എക്സാം മാത്രമല്ല നമ്മുടെ ഒരു ഇപ്പോൾ വിളിച്ചിട്ടുള്ള മിക്ക എക്സാമുകളും ഈ ഒരു ടെന്റേറ്റീവ് ഡേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ എക്സാമുകൾ എല്ലാം ഒരുമിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമുക്ക് ഓരോ സബ്ജക്റ്റുകളും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകളും നമുക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഷീറ്റ് മെറ്റലും ഫിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും എന്താണ് ഷെഡ്യൂൾ വന്നിരിക്കുന്നത് സെപ്റ്റംബർ നവംബർ റേഞ്ച് ആണ്. അപ്പൊ ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലഘട്ടങ്ങളിലായിരിക്കും ഈ എക്സാം വരാൻ സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരിക്കാം നമ്മുടെ എക്സാം എന്നാ വരുന്നതെന്നുള്ളത്. സോ നമ്മളുടെ ഐപ്ലസിന്റെ കോച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോഴ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മളുടെ വീഡിയോസ് അതായത് നമ്മുടെ ഓരോ ടോപ്പിക്കുകളും എന്താണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസിൽ തൊട്ട് താഴെ തന്നെ നമുക്കറിയാം നമ്മുടെ നോട്ട്സുകൾ അല്ലെ, വളരെ പ്രിസൈസ് ആയിട്ടുള്ള നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തുകൊണ്ടുള്ള എന്താണ് നോട്ടുകൾ, പോയിന്റ് ബൈ പോയിന്റ് ബുള്ളറ്റിൻ കൊടുത്തിട്ടുള്ള പോയിന്റ് ബൈ പോയിന്റ് നോട്ടുകളുണ്ട്. സോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗട്ട് ക്ലിയറൻസ് ആയിട്ട് നമുക്ക് വാട്സപ്പ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ഫാക്കൽറ്റീസ്, നിരവധി ഫാക്കൽറ്റീസ് നമുക്ക് ഐപ്ലസിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ക്ലിയറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാകും. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട റെഗുലർ ടെസ്റ്റുകളാണ്. ടെസ്റ്റ് സീരീസുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അത് ഓരോ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് അതിന്റെ ടെസ്റ്റ് സീരീസുകൾ നമ്മൾ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അത് എന്താണ് വീണ്ടും അതേ ടെസ്റ്റുകൾ 2 ആഴ്ച അല്ലെങ്കിൽ ഓരോ ആഴ്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും അതേ ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അന്ന് തെറ്റിയത് നമുക്കത് റിവൈസ് ചെയ്ത് വീണ്ടും അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ അരൻ സാറിന്റെ എന്താണ് മോട്ടിവേഷൻ ക്ലാസ്സസും മറ്റു കാര്യങ്ങളും ഗൈഡൻസും ഒക്കെ നമുക്ക് ആ ഒരു ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ കോൺടാക്ട് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു വെബിനാറിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നത്. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ട്രേഡുകളാണ് ഷീറ്റ് മെറ്റലും ഫിറ്റർ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു അവസരം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് മെക്കാനിക്കൽ ബ്രാഞ്ചിലുള്ളവർക്ക് വളരെ നല്ലൊരു അവസരമാണ്. കുറെ അധികം ട്രേഡുകളിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഈ ഒരു സമയം നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് എങ്ങനെ പോയാലും നമ്മൾ സർവീസിൽ കയറും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് നമ്മൾ ഈ ജോലിയിൽ കയറുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ എല്ലാവർക്കും നന്ദി, താങ്ക് യു.